കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഖളാ ആക്കുന്നവർ ശ്രദ്ധിച്ചോ. രോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഖളാ ആക്കുന്നവർ ശ്രദ്ധിച്ചോ. യാത്രയുടെ പേര് പറഞ്ഞുകൊണ്ട്, ജോലിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ നിസാരമാക്കുന്ന ചെറുപ്പക്കാര്, യുവാക്കൾ ശ്രദ്ധിച്ചോ. ഇത് എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരേ. യമൂതു ദലീലാ, മരണമെത്തുന്ന സമയത്ത് നിന്റെ മാന്യതയെ അല്ലാഹു തകർക്കുന്നു. നിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചെങ്കിലും അവഹേളിക്കുന്നു. വയമൂതു ജാഇആ, തീർത്താൽ തീരാത്ത വിശപ്പ് അല്ലാഹു നൽകുന്നു. വയമൂതു അത്ശാനാ, തീർത്താൽ തീരാത്ത പരദാഹം അല്ലാഹു നൽകുകയാ. ആ ദാഹത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ മുത്തുനബി തന്നെ പറയേ. ലൗ സുഖിയ ബിഹാറു ദുനിയാ മാ റവിയ മിൻ അത്ശിഹി, ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ജലസ്രോതസ്സുകളിലുള്ള വെള്ളത്തെ നിന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചാലോ മാ റവിയ മിൻ അത്ശിഹി, ആ ദാഹത്തിന് അല്ലാഹു ശമനം തരികയില്ല. അവസാനം ആഖിബത്ത് മോശമായിട്ട് നിന്ദ്യമായി മരണത്തിന് കീഴടങ്ങി പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ഈ നമസ്കാരം ഖളാ ആക്കിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട.